ഈ ബലി പോലും ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആളുകൾക്ക് കഴിഞ്ഞില്ലല്ലോ. ബലി എന്ന് പറഞ്ഞാൽ വേഗം ഓർമ്മ വരുന്നത് അറവാ. ഇന്നും നാളെ ഈ അറവിൻ്റെ ഒരു സീസൺ ഇങ്ങോട്ട് വരാൻ പോകും. എല്ലായിടത്തും പോത്തും പശു അതും ഇതും ഒക്കെ വാങ്ങിക്കെട്ടി, ആട്ടിനെയൊക്കെ വാങ്ങിക്കെട്ടി കാത്തു കുത്തിരിക്കുക. ഇത്ര 1400 കൊല്ലമായിട്ടും എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ബലി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ മഹാത്മജിയെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഇന്ത്യ രാജ്യത്തിലെ ഇന്ത്യക്ക് വേണ്ടി ജീവിതം ബലി കൊടുത്ത ആളാണ്. അതവിടെ ഒക്കെ നമ്മൾ പറയും. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എത്തുമ്പോൾ ജീവിതം ബലി കൊടുത്തതിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്നില്ല. ഇബ്രാഹിം നബി ഇസ്മായിലിന് അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അറിവ് തന്നെയാണ്. ഇതിന് പച്ച മലയാളത്തിൽ ജീവിതം ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മളെ മൊയ്ലാമാരിക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല. ആ അർത്ഥം വെച്ചാൽ ഇത് പറയാൻ എത്ര നല്ലൊരു ആശയമാണ്. നിങ്ങൾ ദൈവത്തിന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് ബലി കൊടുക്കുക എന്ന് തന്നെയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നമ്മുടെ ജീവിതം ബലി കൊടുക്കുക, തീർന്നു. എത്ര നല്ല ആശയമാണ്. അതിൻ്റെ അകത്ത് ഒരു മൃഗമല്ല. ചിലപ്പോൾ നമ്മൾ 10 പോത്തിനെ വാങ്ങുന്ന പൈസ നമ്മൾ ചിലപ്പോൾ അതിന് വേണ്ടി ചിലവാക്കൂലേ. ഇത് 2500 3000 കൊടുത്ത് ഇതിൽ ഷെയർ കൂടിയാൽ നമുക്ക് സ്വർഗ്ഗമായി എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും മറ്റേ ആളുകൾ അങ്ങ് ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന കാലത്ത് നമ്മൾ കിടക്കുന്നെടുത്ത് കിടക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഒരു ആചാരം കാണിച്ചാൽ അള്ളാഹുവിന് വലിയ അള്ളാഹുവിന് ഇതൊന്നും വേണ്ടാന്ന ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അള്ള വളരെ വ്യക്തമായി നമ്മളോട് നിങ്ങളൊരു സേവ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പാതിരാക്കും പൊലിച്ചക്കൊക്കെ എണീച്ച് ഉറക്കം ഇനി വലിയവനാണ്, ഇനി വലിയവനാണ്, ഇനി വലിയ ആരാ. നമ്മൾ തന്നെ ഇപ്പോൾ ഒരാളെ ഒരു കച്ചവടത്തിലൊരു സെയിൽസ്മാനെ വെച്ച് ആ സെയിൽസ്മാനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുതലാളിനെ നോക്കിയിട്ട് ഇനി വലിയവനാണ്, ഇനി വലിയവനാണ്. മുതലാളി എന്താ പറയുക, നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ടാന്ന് അറിയും. ഓനാക്കിയത് ആ പീടികയിലെ കച്ചവടം ചെയ്യാനാ. ആ കച്ചവടം ചെയ്യുമ്പോഴാണ് മുതലാളി എന്താക്കുക, സന്തോഷിക്കുക. ഓനിക്ക് പൈസയൊക്കെ കൂട്ടി കൊടുക്കും, ഓനിക്ക് പ്രൊമോഷൻ കൊടുക്കും, ചിലപ്പോൾ ഓനെ പാർട്ട്ണറാക്കും, അല്ലേ. നേരെ മറിച്ച് ചെയ്യുന്ന പണിയാണെങ്കിൽ ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചറിയാം. ആ ബുദ്ധിയും കൂടി അള്ളാഹ് തന്നിക്ക് ഇത് ആലോചിക്കാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ വായിച്ചിട്ട് നിങ്ങൾ അന്ധരും ബധിരരുമായിട്ട് ഇതിൻ്റെ മുകളിൽ കമന്ന് വീഴരുത്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കണം. ഖുർആനിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ സമൂഹം തീരെ ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 ആളുമായിട്ട് സംസാരിച്ച ഒക്കെ നോമ്പിലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നോമ്പ്? അപ്പോൾ പറഞ്ഞു, ഞാൻ മറ്റേ നോമ്പ് കൃത്യമായിട്ട് എടുക്കലില്ല. റമദാനിലെ നോമ്പ് ഒരു 5-10 എണ്ണമൊക്കെ എടുക്കല്ല, അത്ര കയ്യിലുള്ളൂ, പല സൂക്കിടുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നോമ്പിലെന്താ പ്രത്യേകത? ഈ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് അറബി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നാൽ രക്ഷപ്പെടുമെങ്കിൽ ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് അള്ളാഹു പ്രസാദിക്കുമെങ്കിൽ ഒരിക്കലും ഈ പലസ്തീൻ പ്രശ്നം ഉണ്ടാകില്ല, ഇറാഖ് പ്രശ്നം ഉണ്ടാകില്ല, സിറിയൻ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും അത് നിലനിൽക്കുക എന്ന് മാത്രമല്ല, നമ്മളെക്കാൾ ബുദ്ധിമുട്ടിയിട്ട് അവർ ജീവിക്കുന്നു. വലിയ ഇസ്ലാമില്ലാത്ത ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെട്ടിട്ട് അവർ ജീവിക്കുന്നു. അവർ മുസ്ലിങ്ങളാണ്, അള്ളാഹുമായിട്ട് വേണമെങ്കിൽ അടുത്തവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അവർക്ക് സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ വക ഉണ്ടായിട്ടുണ്ട്. മക്കയോടും മദീനയോടും അടുത്ത് കിടക്കുകയാണ്. ധാരാളം പ്രവാചകന്മാരവർക്കിടയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് പ്രവാചകന്മാരാരും വന്നിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തല്ല മക്കയും മദീനയും, നമ്മുടെ ചുറ്റുപാടും ഉള്ളത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. പക്ഷേ അവരെക്കാളും അത്യാവശ്യം സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്? അപ്പോഴാണ് നമ്മൾ ആ പരിശോധന നടത്തിയിട്ട് മനുഷ്യനെ സംസ്കരിക്കാൻ പോരുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് നമ്മൾ കാണുന്നത്. മുമ്പ് അദ്ദേഹം പറഞ്ഞു 10 കാര്യങ്ങൾ. അതുണ്ടായാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടും. അതുണ്ടാകാത്തത് എന്താണെന്നുള്ളതാണ് പ്രധാനം. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഡോക്ടർ ജലീൽ സാഹിബ് വളരെ വിശദമായി, സവിസ്തരം, ഗഹനമായി നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ചു. സാധാരണ അദ്ദേഹം പറയുന്ന കാര്യമാണെങ്കിലും അത് ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് സ്പഷ്ടമായി തന്നെ കാര്യങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. യഥാർത്ഥ ഇസ്ലാം യുക്തിബോധത്തിൽ അധിഷ്ഠിതമാണ്. അത് മനുഷ്യനിൽ തന്നെ
അതിനാവശ്യമായ വിഭവങ്ങൾ അവൻ്റെ ജന്മനാ തന്നെ അവന് ലഭിക്കുന്നു. മതം എന്ന് പറയുന്നത് ആളുകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലുമില്ല, അള്ളാഹുമായിട്ടും ബന്ധമില്ല. ആ ആചാരാനുഷ്ഠാനങ്ങളും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യനെ സംസ്കരിക്കുക സാധ്യവുമല്ല. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമാണ്. പക്ഷേ മനുഷ്യർക്കിടയിൽ സമാധാനമുണ്ടാക്കാൻ, ശാശ്വതമായ ശാന്തി ലോകത്തിന് പ്രദാനം ചെയ്യാൻ, ലോക ജനതയെ മുഴുവനും കർമ്മോന്മുഖരാക്കാൻ, ലോകത്തിലുള്ള ജനങ്ങൾ പരസ്പരം സ്നേഹിക്കപ്പെടാൻ, എല്ലാവിധ സ്വാർത്ഥതകളെയും വിഭാടനം ചെയ്യാൻ ലോകത്തിലെ മതങ്ങൾക്ക് മാത്രമല്ല ഒരു തത്വശാസ്ത്രങ്ങൾക്കും സാധിച്ചിട്ടില്ല. നേരത്തെ ഹസൻ സാഹിബ് പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല, ഒരു സംതൃപ്തി ഒരു കാര്യത്തിലും മനുഷ്യന് കിട്ടണില്ല. ജീവിതത്തിൽ ഏത് കാര്യം ചെയ്താലും 100% സംതൃപ്തമാകുന്ന ഒരവസ്ഥ പൊതുവിലില്ല. 1,00,000 മറ്റോ കണ്ടാലായി. ജീവിതത്തിൽ ഒരു നിരാശ ബാധിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. എന്തുകൊണ്ട് ഈ മതങ്ങൾ മുഴുവനും ആചരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അതിനെ അനുധാവനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ രീതിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി എന്നത് മതത്തെക്കുറിച്ചുള്ള ഒരു ആത്മവിമർശനത്തിനും അതുപോലെ തന്നെ ആത്മപരിശോധനയ്ക്കും വിധേയമാക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഈ ചർച്ചകൾ മുഴുവനും അതിൻ്റെ ഭാഗമാണ്. അറബി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നാൽ രക്ഷപ്പെടുമെങ്കിൽ ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് അള്ളാഹു പ്രസാദിക്കുമെങ്കിൽ ഒരിക്കലും ഈ പലസ്തീൻ പ്രശ്നം ഉണ്ടാകില്ല, ഇറാഖ് പ്രശ്നം ഉണ്ടാകില്ല, സിറിയൻ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും അത് നിലനിൽക്കുക എന്ന് മാത്രമല്ല, നമ്മളെക്കാൾ ബുദ്ധിമുട്ടിയിട്ട് അവർ ജീവിക്കുന്നു. വലിയ ഇസ്ലാമില്ലാത്ത ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെട്ടിട്ട് അവർ ജീവിക്കുന്നു. അവർ മുസ്ലിങ്ങളാണ്, അള്ളാഹുമായിട്ട് വേണമെങ്കിൽ അടുത്തവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അവർക്ക് സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ വക ഉണ്ടായിട്ടുണ്ട്. മക്കയോടും മദീനയോടും അടുത്ത് കിടക്കുകയാണ്. ധാരാളം പ്രവാചകന്മാർ അവർക്കിടയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് പ്രവാചകന്മാരാരും വന്നിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തല്ല മക്കയും മദീനയും, നമ്മുടെ ചുറ്റുപാടും ഉള്ളത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. പക്ഷേ അവരെക്കാളും അത്യാവശ്യം സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്? അപ്പോഴാണ് നമ്മൾ ആ പരിശോധന നടത്തിയിട്ട് മനുഷ്യനെ സംസ്കരിക്കാൻ പോരുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് നമ്മൾ കാണുന്നത്. മുമ്പ് അദ്ദേഹം പറഞ്ഞു 10 കാര്യങ്ങൾ. അതുണ്ടായാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടും. അതുണ്ടാകാത്തത് എന്താണെന്നുള്ളതാണ് പ്രധാനം. ജീവിതം വളരെ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മനുഷ്യ മനസ്സ് ഉള്ള ആശയങ്ങൾ അത് പഠിക്കാൻ, അത് അവലോകനം ചെയ്യാൻ, അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. അതാണല്ലോ നിങ്ങളുടെ കണ്ണും കാതും ഹൃദയവും ഉപയോഗിക്കണം എന്ന് അല്ലാഹു ഖുർആനിൽ പലയിടത്തും പറയുന്നു. മാത്രവുമല്ല, ഇതെന്തിനാ പറയുന്നത്? നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഖുർആൻ്റെ പ്രയോഗം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഞാൻ കണ്ണും കാതും ഹൃദയവും തന്നത് എന്തിനാണ്? നന്ദിയുള്ളവരാകാൻ വേണ്ടി. കണ്ണും കാതും ഹൃദയവും തന്നാൽ എങ്ങനെയാണ് നന്ദിയുള്ളവരാകുക? ഞാനത് ആലോചിച്ചു. അൻസാരി മാസ്റ്റർ പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട്. ഈ കണ്ണും കാതും ഹൃദയവും എന്ന് പറയുന്നത് ഈ ചെവിയും ഈ കണ്ണും ഈ ഹൃദയവും അല്ല.
കണ്ണെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉൾക്കാഴ്ചക്ക് ഉപയോഗിക്കേണ്ട കണ്ണാണ്. ഹൃദയം എന്ന് പറയുന്നത് അവൻ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതിനാണ്. അതുപോലെ തന്നെ കേൾവി എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചത് വിലയിരുത്താനാണ്. അങ്ങനെ പിന്നെ നന്ദിയുള്ളവരാകണമെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണ്. മാത്രവുമല്ല ആ കാര്യങ്ങൾ ലോകത്ത് മുഴുവനും യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കലുമാണ്. അപ്പോൾ ഒരു കാര്യം കേട്ടാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാവണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതെന്ന് പറയുന്നത് എന്താ? ഇത് എപ്പോഴാണ് അള്ളാഹുവിനുള്ള ഇബാദത്താവുക? ഈ പറയുന്ന കാഴ്ചയും കേൾവിയും ഹൃദയവും നല്ല കാര്യത്തിൽ ഉപയോഗിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക. അതാണ് മനുഷ്യരെ സംബന്ധിച്ച് ലോകത്തിൻ്റെ പുരോഗതി, ലോകത്തിൻ്റെ സമാധാനം, ലോകത്തിൽ പരസ്പര സ്നേഹം, ലോകത്തിലെ കാരുണ്യം. അതിനു വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുക. ഇതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ എന്താ സ്ഥിതി? അള്ളാഹുവിനോട് നന്ദി കെട്ടവരായി മാറുക ചെയ്യുന്നു. അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമില്ല. അള്ളാഹു നിങ്ങളോട് തന്നെ പറയുകയാണ്, നിങ്ങൾ പരസ്പരം ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്തുണ്ടാവും? ഒരു കുഴപ്പവും തമ്മിലുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ കൈകൊണ്ട് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മുടെ ആരോഗ്യം പ്രത്യുൽപാദന രംഗത്ത് പ്രയോജനപ്പെടുത്തണം. ഇവിടെ കൃഷി ഉണ്ടാക്കാൻ, ഇവിടെ വ്യവസായം ഉണ്ടാക്കാൻ, ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ, ഇവിടെ ആരോഗ്യം ഉണ്ടാക്കാൻ നമ്മളുടെ കർമ്മശേഷി ഉപയോഗിക്കണം. നമ്മളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഈ ഉൽപ്പാദനങ്ങളൊക്കെ എങ്ങനെ വളർച്ച കൂട്ടാൻ കഴിയും, പ്രത്യുൽപാദനപര രംഗത്ത് എങ്ങനെ വികസിക്കാൻ കഴിയും, ഇത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തോടു കൂടിയാണ് മനുഷ്യന് തിരിച്ചറിവുണ്ടാകണം. അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ മരിച്ചു പോകുന്ന അവൻ്റെ ഹ്രസ്വമായ ജീവിതത്തിൽ അവൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിയണം. അവൻ അറിവ് വേണം. ഈ ലോകത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അറിവ് വേണം. എങ്ങനെയാണ് ഇവിടുത്തെ സർവ്വചരാചരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടക്കുന്നത് എന്നൊരു അവബോധം അവന് വേണം. അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കണം, മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉപയോഗിക്കണം. അള്ളാഹു നമ്മളെ ബിസ്മീടെന്ന് പറഞ്ഞല്ലോ, കരുണയുള്ളവനായി നിൽക്കാൻ, വാത്സല്യമുള്ളവനായി നിൽക്കാൻ, പരസ്പരം സ്നേഹമുള്ളവനായി നിൽക്കാനുള്ള ഒരു ഇതാണല്ലോ നമുക്കൊക്കെ നൽകിയിട്ടുള്ളത്. മനുഷ്യനിൽ ജന്മനാഥൻ ആ കാര്യങ്ങളുണ്ട്, അത് വിനിയോഗിക്കാൻ കഴിയണം. അങ്ങനെ എല്ലാം വിനിയോഗിക്കുമ്പോഴാണ് സത്യസന്ധന്മാരായി, സേവനനിരതരായി, നിസ്വാർത്ഥരായി, നിഷ്കാമകർമ്മികളായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവനും സമ്പൽ സമൃദ്ധമായ ഒരു സ്വർഗീയ ജീവിതം ലഭിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ലാതെ അള്ളാഹുവിന് കുറേ പ്രാർത്ഥനകളോ അള്ളാഹുവിന് ബലിയോ, ഈ ബലി പോലും ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആളുകൾക്ക് കഴിഞ്ഞില്ലല്ലോ. ബലി എന്ന് പറഞ്ഞാൽ വേഗം ഓർമ്മ വരുന്നത് അറവാ. ഇന്നും നാളെ ഈ അറവിൻ്റെ ഒരു സീസൺ ഇങ്ങോട്ട് വരാൻ പോകും. എല്ലായിടത്തും പോത്തും പശു അതും ഇതും ഒക്കെ വാങ്ങിക്കെട്ടി, ആട്ടിനെയൊക്കെ വാങ്ങിക്കെട്ടി കാത്തു കുത്തിരിക്കുക. ഇത്ര 1400 കൊല്ലമായിട്ടും എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ബലി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ മഹാത്മജിയെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഇന്ത്യ രാജ്യത്തിലെ ഇന്ത്യക്ക് വേണ്ടി ജീവിതം ബലി കൊടുത്ത ആളാണ്. അതവിടെ ഒക്കെ നമ്മൾ പറയും. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എത്തുമ്പോൾ ജീവിതം ബലി കൊടുത്തതിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്നില്ല. ഇബ്രാഹിം നബി ഇസ്മായിലിന് അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അറിവ് തന്നെ. ഇതിന് പച്ച മലയാളത്തിൽ ജീവിതം ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മളെ മൊയ്ലാമാരിക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല. ആ അർത്ഥം വെച്ചാൽ ഇത് പറയാൻ എത്ര നല്ലൊരു ആശയമാണ്. നിങ്ങൾ ദൈവത്തിന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് ബലി കൊടുക്കുക എന്ന് തന്നെയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ബലി കൊടുക്കുക, തീർന്നു. എത്ര നല്ല ആശയമാണ്. അതിൻ്റെ അകത്ത് ഒരു മൃഗമല്ല. ചിലപ്പോൾ നമ്മൾ 10 പോത്തിനെ വാങ്ങുന്ന പൈസ നമ്മൾ ചിലപ്പോൾ അതിന് വേണ്ടി ചിലവാക്കൂലേ. ഇത് 2500 3000 കൊടുത്ത് ഇതിൽ ഷെയർ കൂടിയാൽ നമുക്ക് സ്വർഗ്ഗമായി എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും മറ്റേ ആളുകൾ അങ്ങ് ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന കാലത്ത് നമ്മൾ അക്കടക്കുന്നെടുത്ത് കിടക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഒരു ആചാരം കാണിച്ചാൽ അള്ളാഹുവിന് വലിയ അള്ളാഹുവിന് ഇതൊന്നും വേണ്ടാന്ന ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അള്ളാഹ് വളരെ വ്യക്തമായി നമ്മളോട് നിങ്ങളൊരു സേവ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പാതിരാക്കും പൊലച്ചക്കൊക്കെ എണീച്ച് ഉറക്കം ഇനി വലിയവനാണ്, ഇനി വലിയ
നമ്മൾ തന്നെ ഇപ്പോൾ ഒരാളെ ഒരു കച്ചവടത്തിൽ ഒരു സെയിൽസ്മാനെ വെച്ച് ആ സെയിൽസ്മാനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുതലാളിനെ നോക്കിയിട്ട് ഇനി വലിയവനാണ് മുതലാളി എന്താ പറയുക, നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ടാന്ന് അറിയും. ഓനാക്കിയത് ആ പീടികയിലെ കച്ചവടം ചെയ്യാനാ. ആ കച്ചവടം ചെയ്യുമ്പോഴാണ് മുതലാളി എന്താക്കുക, സന്തോഷിക്കുക. ഓനിക്ക് പൈസയൊക്കെ കൂട്ടി കൊടുക്കും, ഓനിക്ക് പ്രൊമോഷൻ കൊടുക്കും, ചിലപ്പോൾ ഓനെ പാർട്ട്ണറാക്കും, അല്ലേ? നേരെ മറിച്ച് ചെയ്യുന്ന പണിയാണെങ്കിൽ ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചറിയാം. ആ ബുദ്ധിയും കൂടി അല്ല തന്നിക്ക് ഇത് ആലോചിക്കാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ വായിച്ചിട്ട് നിങ്ങൾ അന്ധരും ബധിരരുമായിട്ട് ഇതിൻ്റെ മുകളിൽ കമന്ന് വീഴരുത്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കണം. ഖുർആനിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ സമൂഹം തീരെ ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒക്കെ നോമ്പിലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നോമ്പ്? അപ്പോൾ പറഞ്ഞു, ഞാൻ മറ്റേ നോമ്പ് കൃത്യമായിട്ട് എടുക്കലില്ല, റമദാനിലെ നോമ്പ് ഒരു 5-10 എണ്ണമൊക്കെ എടുക്കല്ല, അത്ര കയ്യിലുള്ളൂ, പല സൂക്കിടുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നോമ്പിൽ എന്താ പ്രത്യേകത? ഈ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. അതിനൊരു ഹദീസുണ്ട്. എന്താണ്? ഒരു കൊല്ലം മുന്നോട്ട് ഒരു കൊല്ലം പിന്നോട്ടുള്ള എല്ലാ പാപങ്ങളും ഈ നോമ്പോട് കഴിച്ചലായി കിട്ടും. അപ്പോൾ ആളുകളെ ചിന്ത അങ്ങനെയാണ്. ഈ 2 കൊല്ലം പാപം ചെയ്യാനുള്ള ഒരു സമ്മതപത്രമായിട്ടാണ് ഇവർ ഈ ഹജ്ജിനെ കാണുന്നത്. അല്ല, ഹജ്ജിനല്ല, ഈ നോമ്പിനെ, അറഫ നോമ്പിനെ കാണുന്നത്. സ്പെഷ്യൽ ഓപ്ഷൻ റിബേറ്റ് റേറ്റിലുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് ഇപ്പോഴും ചിന്ത പോകുന്നത്. അതിന് വേണ്ടി മറ്റേ നോമ്പ് പോയാലും ഇന്ന് നോമ്പ് എടുക്കുക. ഈ ഓഫറാണ്. ഇന്ന് ഞാനത് എടുത്താൽ വായിച്ചു 700 എന്തോ ഒരു ദിക്റ് ചൊല്ലിയാൽ കിട്ടാവുന്നൊരു ഭയങ്കര ബമ്പർ. മൊയ്ലിയന്മാരെ പ്രസംഗവും ഫേസ്ബുക്ക് അങ്ങനെ ബമ്പറാണ്, ബമ്പർ. സത്യത്തിൽ ഭക്തി കൊണ്ടല്ല, ഈ ബമ്പറിന് വേണ്ടിയല്ല ഇത് മുഴുവനും ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം. ബമ്പർ അടിക്കുന്ന കാര്യത്തിൽ മതത്തിൻ്റെ എത്ര സങ്കുചിതമായിട്ടാണ്, ഒരു ദീർഘദൃഷ്ടിയില്ലാതെ ഒരു ചിന്തയും ഇല്ലാതെ അങ്ങനെയാണ് ഇപ്പോഴും പോകുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് സത്യത്തിൽ നമ്മൾ നടത്തുക. അതുകൊണ്ട് ഖുർആൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഒട്ടകത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, ഒട്ടകത്തെ വരിയായി നിർത്തി അറക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ഫേസ്ബുക്കിൽ അൻസാരി മാഷതുണ്ട്. എന്താണ് ഈ ഒട്ടകത്തെ വരിയായി അറക്കുന്നതിൻ്റെ കഥ എന്നുള്ളത് ഞാനത് വിശദീകരിക്കുന്നത്. നല്ലൊരു ടോപ്പിക്കാണ്, നല്ലൊരു സബ്ജക്റ്റാണ് ഈ ഹജ്ജിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളും. അതുപോലെ ഡോക്ടർ നോക്കിയൊരു പ്രധാന കാര്യമാണ് അള്ളാഹുവിലേക്ക് മടങ്ങി. ഏത് മുസ്ലിം മരിച്ചാലും ഫേസ്ബുക്ക് തുറന്നാൽ നമ്മളെ ബഹുമാനപ്പെട്ട ഇന്നലെ അള്ളാഹുവിലേക്ക് മടങ്ങി, മറ്റേ മൂപ്പർ ഇന്ന് രാവിലെ സ്വബൈക്ക് അള്ളാഹുവിലേക്ക് മടങ്ങി. അപ്പോൾ ഇതുവരെ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? അള്ളാഹുവിൽ നിന്നാണ് ജനിക്കുന്നത് തന്നെ, അള്ളാഹുവിലാണ് ജീവിക്കുന്നത്, അള്ളാഹുവിലാണ് വളരുന്നത്, അള്ളാഹുവിലാണ് വാർദ്ധക്യം പ്രാപിക്കുന്നത്, അള്ളാഹുവിലത്തേക്ക് തന്നെയാണ് പോകുന്നത്. പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഉള്ളത്, പോകാനും വരാനൊന്നുമില്ല. പക്ഷെ ആ ചിന്ത നമ്മൾ ആളുകളെ മനസ്സിലേക്ക് പോകുന്നില്ല. വാർത്ത എഴുതുമ്പോൾ ഫേസ്ബുക്കിലും പത്രത്തിലും ഒക്കെ ഉണ്ട് ഈ അള്ളാഹിലേക്ക് മടങ്ങൽ. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അത്ര പോലും ആ കാര്യങ്ങളിൽ പോലും വളരെ ബൃഹത്തായി, ബുദ്ധിപരമായി, കാലികമായി ചിന്തിക്കാൻ കഴിയാത്ത വിധം ആളുകൾ അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം നമ്മൾ നടത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സലാം.